ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ഫിഷ് മോളി ഉണ്ടാക്കാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ കാളാഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ഉപയോഗിച്ച് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞാണ് അത് വറുക്കാനിടുന്നത്. അപ്പോഴേക്കും മസാല അതിൽ പിടിക്കുമല്ലോ. അപ്പം അത് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ നമുക്ക് വറുത്തതിന് ശേഷം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ആ വറുത്ത എണ്ണയിലേക്ക് തന്നെ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം, കൂടെ പച്ചമുളകും. എന്നിട്ട് അതൊന്ന് വഴന്ന് വരാനായിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തു. അത് ഇച്ചിരി നേരത്തെ ആഡ് ചെയ്തത് ഒരുപാട് വെന്തില്ലെങ്കിലും അതൊന്ന് വേവണമല്ലോ, അതുകൊണ്ടാണ്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഒരുപാട് ഉടഞ്ഞു പോകരുത്. സവാള ആണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലും തക്കാളി ആണെങ്കിലും ഉടയരുത് ഒരുപാട്. ഇപ്പോൾ അത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി അതിലേക്ക് മുളക് പൊടി, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, ഒരുപാട് മസാലകളും വേണ്ട. മസാലയുടെ ചുവ അധികം നിൽക്കാതെ തേങ്ങാപ്പാലിൻ്റെ രുചിയായിരിക്കണം നമുക്ക് കുറച്ചും കൂടി മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ ഈ പൊടികൾ ആഡ് ചെയ്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ 2ാം പാലും 3ാം പാലും ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് അത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനുകൾ ഇട്ട് കൊടുക്കാം. മീനാണേലും ഉടഞ്ഞു പോകാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ അത് വറ്റി വന്നിട്ടുണ്ട്. 2ാം പാലും 3ാം പാലും ഏകദേശം വറ്റി വന്നതിന് ശേഷം നമുക്ക് 1ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും തിളയ്ക്കേണ്ട, നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓഫാക്കാം. മെയിനായിട്ട് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നും ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. എന്നാലാണ് ആ കറിയുടെ കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ എല്ലാം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്.